ഹലോ എവിടെയാണ് ആന? പേടിച്ചു. ഇവിടെ ആന ഉണ്ടാവുന്നു ഒരിക്കലും സ്ഥലം കണ്ടിട്ടില്ലേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചാല് നമ്മൾ ട്രിപ്പ് പോവാന്ന് വിചാരിച്ചു വീട്ടിൽ നിന്ന്. എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് കാണാം. ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഡാഡി. ഹായ്. എന്താണ് ചാനലിനോട് പറയാനുള്ളത്? അടിപൊളി. മോള് നടക്കുന്ന ചാനൽ അടിപൊളി, സൂപ്പർ സൂപ്പർ. നമ്മളെങ്ങോട്ട് പോണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? സെൻസ് കിട്ടിയിട്ടില്ല. എന്നിട്ടേ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? സ്റ്റാർട്ടാക്കി ഇരിക്കാനേ നമുക്ക് ഇവിടുന്ന് ഓർഡർ കണ്ടു. 18 കഴിഞ്ഞാൽ ഞാൻ അമ്മൂനെ കൊണ്ട് പോണ ഒരു വീഡിയോ ഉണ്ടാവും കേട്ടോ. അതെ, അത് നമ്മൾ ഇറക്കും എന്തായാലും. ഓക്കെടാ. അപ്പൊ ഇപ്പൊ തൽക്കാലം പിന്നെ ഡ്രൈവിംഗ് ഒക്കെ അറിയാം, പക്ഷെ വണ്ടി തടൻ ഡാഡി സമ്മതിക്കില്ല. വെള്ളം അവിടേക്ക് വെച്ചു. ഞാൻ ഈ കുഞ്ഞാടുകളുടെ അച്ഛനാണ്. നമ്മളിപ്പോ എവിടേക്കാ പോകുന്നത്? നെടുങ്കായം. നെടുങ്കായം. കാറൊക്കെ പോകണ്ട അച്ഛൻ ഡ്രൈവ് ചെയ്താ പോവാൻ പറ്റുള്ളൂ. അല്ല, ഇനി നമ്മള് എൻട്രിയിൽ എത്തിയിട്ടുണ്ട്. എന്താണ് നെടുങ്കായല്ലേ? അപ്പൊ ടിക്കറ്റ് എടുക്കാൻ വിനയും അച്ഛനും പോയിട്ടുണ്ട്. നമ്മള് ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത് ഈ സ്ഥലത്തിനെ കുറിച്ചിട്ട്? ഇന്നേ വരെ നമ്മൾ ഈ സ്ഥലം കണ്ടിട്ടില്ലല്ലോ. നല്ല സ്ഥലം. അമ്മ പോലും ഈ സ്ഥലം കണ്ടിട്ടില്ല. നമ്മൾ ജനിച്ചു വളർന്നുള്ള സ്ഥലങ്ങളിലുള്ള കുറച്ച് ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ പോയി കാണാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? മണാലി, ഗോവയ്ക്കൊക്കെ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യാം. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള നെടുങ്കായം കറക്റ്റ് ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അതിമനോഹരമായൊരു പുഴ, വളരെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന സ്ഥലം ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കുറച്ച് ഡേഞ്ചർ ആണെന്ന് പറയാം. ഇപ്പം ആരും ഇല്ലാതെ നിൽക്കുന്നത് കാണുന്നുണ്ടല്ലോ. ഇവിടെ ആനകളൊക്കെ ധാരാളം ഇറങ്ങുന്ന സ്ഥലമാണ്. ആനയെ കാണാൻ വേണ്ടി നിർത്തിയാട്ടോ. ഈ നിലമ്പൂരിന്റെ സ്വന്തം തേക്ക് എന്ന് പറയുന്ന നിലമ്പൂർ തേക്ക് അടിപൊളി. കണ്ടോ, എത്രയോ വർഷങ്ങളായിട്ടുള്ള തേക്കുകളാണ്. നമ്മൾ എൻട്രിയിൽ എത്തിയല്ലേ വിനയ്? ഇതാണ് നെടുങ്കായം എന്ന സ്ഥലം. ഇവിടെയാണ് നമ്മള് ട്രൈബ്സ് ധാരാളം താമസിക്കുന്ന സ്ഥലമാണ്. പശ്ചിമഘട്ടത്തിന്റെ ഒരു സൈഡാണിത്. ഈ സൈഡില് നമ്മൾ ഇങ്ങനെ പോയി അങ്ങനെ നാടുകാണി ഈ സൈഡൊക്കെ ഈ ഭാഗമാണ്. ഇത് നോക്കൂ, ഈ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഇതൊക്കെ ഫുൾ തേക്കാണ്. അതിന്റെ ഇടയിൽ കൂടെ ഉള്ള നടത്തം അല്ലേ? നല്ല ഒരു പ്യുവർ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ലതാണത്. അതെ, എനിക്ക് തോന്നുന്നുണ്ടോ വാഹനമായിട്ട് വരായിരുന്നു എന്നാ തോന്നുന്നത്. പക്ഷെ പറ്റും തോന്നി. ആളായി കഴിഞ്ഞാല് ഈ ചില പറഞ്ഞാല് ഉള്ളിലേക്ക് പോയി മൃഗങ്ങളാണ്. പേടിച്ചു വെറുതെ. ട്രൈബ്സ് ഏരിയക്കാണ് നമ്മൾ പോണെന്നാണ്. നമുക്ക് പോയൊക്കെ, കാരണം അവിടെ ചെറിയ ചെറിയ വീടുകള് എന്തൊക്കെയോ ഇവിടുന്ന് കാണാണ്ട് നമുക്ക് കറക്റ്റ് അറിയില്ല. കണ്ടോ ഓരോ കിളികളുടെ സൗണ്ട് നോക്ക്. നമുക്ക് കേൾക്കാൻ പറ്റാത്ത കിളികളുടെ സൗണ്ട്. ഇവിടെ ഒരു നെടുങ്കായം ട്രൈബ് ബദൽ സ്കൂൾ ഉണ്ട് കേട്ടോ. അടിപൊളി, ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തിലൊക്കെ വന്ന് കുട്ടികളെ പഠിപ്പിക്കാം. ഹലോ ഹലോ. ഒറ്റത്തടി ഓരോ ഒറ്റ തേക്കുകളാണത്. വേറെ ഒന്നുമില്ല. കണ്ടോ എത്ര മനോഹരമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലൊന്നും ഒരാന കാര്യങ്ങള് നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. മരങ്ങള്
അടിപൊളിയായില്ലേ? നന്നായിട്ടുണ്ട്, പക്ഷെ ഇറങ്ങാൻ പറ്റില്ലല്ലേ. ഉരുളൻ കല്ലുകളാ. പശ്ചിമഘട്ടല്ലേ അത് കാണുന്നത്? അതാണ്. രണ്ടെണ്ണം എവിടെ എവിടെ അമ്മ? സ്പീഡിലോട്ട് പോവച്ച. വേഗം പോയാലേ എവിടെ? അവിടെ ഞാനും പേടിച്ചു. വരുന്നുണ്ട് എല്ലാം പേടിയായിട്ട് അച്ചു. ആ കപ്പിൾസ് ഇല്ലെങ്കിൽ നമ്മള് അവിടെ അങ്ങനെ നിൽക്കും. അച്ഛ സത്യം പറഞ്ഞ ഇവിടെ ആരുണ്ടാവുന്നു ഒരിക്കലും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ രണ്ട് ചെക്കന്മാർ ഇങ്ങോട്ട് വന്നോണ്ടാണ് നമുക്ക് മനസ്സിലായത് ആനുണ്ട് എന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മള് മൈൻഡ് ആക്കൂല. പതുക്കെ പോയിട്ടെങ്കിലോ കോരിത്തിരിക്കണം. ഓ നല്ല എനിക്ക് ആനേനാണ് ഏറ്റവും പേടിയുള്ളത്. പക്ഷെ അത് ഇങ്ങോട്ട് ഓടി വരിക വണ്ടി. വ്ളോഗറൊക്കെ നിർത്തി ഓടി. വ്ളോഗൊന്നുമില്ല. നമ്മള് വീട്ടിലെത്തി. കുളിച്ചു. ഭക്തി പിന്നെ അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. നെടുങ്കായം ട്രിപ്പ് അടിപൊളിയായി. അപ്പൊ നമ്മള് വീട്ടിലെത്തി. അപ്പൊ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ലൈക്ക് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. കാരണം പറഞ്ഞില്ലേ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ഓക്കെ ട്രിപ്പോട് ട്രിപ്പ്. ബൈ. ബൈ.